പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5-ലെ പേജ് നമ്പർ 120-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. നമുക്കിവിടെ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ പഠിച്ച മെത്തേഡ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ രണ്ട് ഫാക്ടേഴ്സായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് 64നെ നമ്മൾ എങ്ങനെ എഴുതും? 64നെ 2 × 32 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ 32 കോമ്പോസിറ്റ് നമ്പറാണ്. അതുകൊണ്ട് 32നെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? 2 കൊണ്ട് ചെയ്യാം. 2 × 16നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 16 കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. എഗെയിൻ 2 × 8 എന്ന് എഴുതുന്നു. 8 കോമ്പോസിറ്റ് നമ്പറാണ്. 8നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 × 4 എന്ന് എഴുതുന്നു. 4നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 × 2 എന്ന് എഴുതുന്നു. അപ്പോൾ 64 എന്ന് പറയുന്നത് എന്താ? 2 × 2 × 2 × 2 × 2 × 2 ആണ് 64 എന്ന് പറയുന്നത്. ഇതേ സെയിം ഇത് തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാം. 64നെ നമുക്ക് വേറൊരു മെത്തേഡിലും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അതായത് 64 നമ്മൾ എഴുതിയിട്ട് നമ്മൾ 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 32 കിട്ടും. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 എന്ന് കിട്ടും. 16നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. 8നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2നെ വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ 64നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 2 × 2 × 2 × 2 2 6 ടൈംസ് ഉണ്ട്. ഇങ്ങനെയാണ് 64നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുന്നത്. ഇനി അടുത്തത് 104. അപ്പോൾ 104നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 104 നമ്മൾ ഫസ്റ്റ് 2 കൊണ്ട് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2നെ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 104 ഡിവൈഡഡ് ബൈ 2. 10ൽ 2 5 ടൈംസ്. 5 2s are 10. പിന്നെ നമ്മൾ 4 താഴേക്ക് എഴുതും. 2 2s are 4 0. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. 10ൽ 2 5 ടൈംസ്. 4ൽ 2 ടൈംസ്. 52 കിട്ടി. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 5ൽ 2 ടൈംസ് അല്ലേ? 2 2s are 4. എന്നിട്ട് എന്ത് ചെയ്യും? 5ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഇവിടെ 12 ആകും. ഈ 12ൽ 2 6 ടൈംസ്. 6 2s are 12. അപ്പോൾ നമ്മൾ റിമൈൻഡർ വരുന്നത് അടുത്ത നമ്പറിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ട് അത് 12 ആകും. ഓക്കെ. ഇനി വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. 2ൽ 2 1 ടൈം. 6ൽ 2 3 ടൈംസ്. 13 എന്താണ്? പ്രൈം നമ്പറാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 13 ഈസ് 1. അപ്പോൾ 104നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2 × 2 × 2 × 13 എന്ന് കിട്ടി. ഇനി അടുത്ത തേർഡ് നമ്പർ 105. 105നെ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് 3 വെച്ചിട്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 3s are 9. 10 - 9 ഈസ് 1. ആ 1നെ നമ്മൾ അടുത്ത നമ്പറിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് 15 ആകും. 15ൽ 3 5 ടൈംസ്. ഇനി നമുക്കിതിനെ 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 7 5s are 35. 7 പ്രൈം നമ്പറാണ്. അപ്പോൾ 7ൽ 7 1 ടൈം. അപ്പോൾ 105നെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × 5 × 7 എന്ന് കിട്ടി. ഇനി അടുത്ത നമ്പർ 243.
243. ഇതിനെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 2 നോക്കും, 2 കൊണ്ട് പറ്റില്ലെങ്കിൽ അടുത്തത് 3 നോക്കും. അപ്പം 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ, വലിയ വലിയ നമ്പേഴ്സൊക്കെ നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ, 4 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇനി വരുന്ന പോർഷൻസിൽ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. ഇത് വരും 8 3s are 24. 1 into 3 3. ഇനി വീണ്ടും ഇവിടെ 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 8ൽ 3 2 times. 3 2s are 6. 8 minus 6 is 2. ആ 2 ഇവിടെ കൊടുക്കുമ്പോൾ 21 ആവും. 7 3s are 21. Again 3 9. 9 3s are 27. Again 3 3 3s are 9. Again 3 1 into 3 3. അപ്പോൾ 243 ചെയ്തപ്പോൾ 3 into 3 into 3 into 3 into 3 എന്ന് കിട്ടി. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ 243 ചെയ്തു. ഇനി 320. അപ്പോൾ 320യെ നമുക്ക് ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. 3ൽ 2 1 ടൈം. 3 minus 2 is 1. 1 ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത് 12 ആയി. 6 2s are 12. 0 നമ്മൾ അതേപോലെ എഴുതുന്നു. Again 2. 16ൽ 8 times. 0 അതുപോലെ എഴുതുന്നു. Again 2. 80യെ 2 കൊണ്ട് ചെയ്താൽ 40. Again 2 എന്ത് വരും, 20. Again 2 10. Again 2 5. അടുത്തത് 5ൽ 5 1 time. അപ്പോൾ എന്ത് കിട്ടി, 320 2 into 2 into 2 into 2 into 2 into 2 into 5. 2 1 2 3 4 5 6 times 2 എഴുതിയിട്ട് ഒരു 5. അടുത്തത് 141. 141നെ നമുക്ക് ഏത് നമ്പർ വെച്ച് ചെയ്യാം, 141നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 14ൽ 3 4 times. 4 3s are 12. 14 minus 12 is 2. അപ്പോൾ ഇത് 21 ആയി. 7 3s are 21. അടുത്തത് 47 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 47ൽ 47 1 ടൈം ആണുള്ളത്. അപ്പോൾ 141 ചെയ്തപ്പോൾ നമുക്ക് 3 into 47 കിട്ടി. ഇനി അടുത്തത് 1728. ഇവിടെ ഇത് ഈവൻ നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 17ൽ 8 times. 8 2s are 16. 17 minus 16 is 1. അപ്പോൾ ഇത് 12 ആയി. 6 2s are 12. 4 2s are 8. Again 2. 4 2s are 8. 3 2s are 6. 2 2s are 4. Again 2. 2 2s are 4. 3ൽ 2 1 time. 3 minus 2 is 1. അപ്പോൾ ഇവിടെ 12 ആവും. 6 2s are 12. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 432 divided by 2, ദാറ്റ് ഈസ് 216. അഗെയിൻ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും, 2ൽ 2 1 ടൈം. 1ൽ 2 നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ 0 ഇടും. പിന്നെന്താ ഇവിടെ 16. 8 2s are 16. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസർ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ കാട്ടിൽ വലുതാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0 ഇട്ടിട്ട് അടുത്ത ഡിജിറ്റും കൂടി എടുക്കും. നമ്മുടെ ഡിവിഷൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അടുത്തത് 2. 5 2s are 10. 4 2s are 8. അടുത്തത് 2. 2 2s are 4. 5 minus 4 is 1. അപ്പോൾ ഇവിടെ 14 ആവും. 7 2s are 14. ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് 3. 9 into 3 27. Again 3. 3 3s are 9. Again 3. 1 into 3 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 എത്ര ടൈംസ് ഉണ്ട്, 6 times. 2 into 2 into 2 into 2 into 2 into 2. 3 times. 3 into 3. ഓക്കെ. ഇനി അടുത്ത നമ്പർ ഏതാ, 729. അപ്പോൾ 729 നമുക്ക് ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനെ നമുക്ക് 3 കൊണ്ട് ചെയ്ത് നോക്കാം. 7ൽ 3 2 times. 3 2s are 6. 7 minus 6 is 1. അപ്പോൾ ഇവിടെ 12 ആവും. 4 3s are 12. അടുത്തത് 3 3s are 9. ഇനി വീണ്ടും ഇവിടെ 3 കൊണ്ട് ചെയ്യാം. 8 3s are 24. 1 into 3 3.
again 3 27, again 3 9, again 3 3s are 9, 3 1. അപ്പോൾ എന്ത് കിട്ടി? 3 into 3 into 3 into 3 into 3 into 3. ഇനി അടുത്തത് 1024. ഇനി നമ്മൾ 1024 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 5 2s are 10, 1 into 2 2, 2 2s are 4. again 2 കൊണ്ട് ചെയ്യാം. 2 2s are 4, 5 minus 4 is 1. ആ 1 നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇത് 11 ആവും. 5 2s are 10, 11 minus 10 is 1. വീണ്ടും നമ്മൾ 1 ഇവിടെ കൊടുക്കുന്നു, അപ്പോൾ 12 ആവും. 6 2s are 12. again 2, 1 into 2 2, 2 into 2 4. 5 minus 4 is 1. ആ 1 നമ്മൾ ഇവിടെ കൊടുക്കുന്നു. 8 2s are 16. 256 divided by 2, that is 128. again 2, 6 2s are 12, 4 2s are 8. again 2, 3 2s are 6, 2 2s are 4. again 2, 1, 3 minus 2 is 1, 12. 6 2s are 12. again 2, 8 2s are 16. again 2, 4 2s are 8. again 2, 2 2s are 4. again 2, 1. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 2 into 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 2. 10 times 2. ഓക്കെ. ഇനി അടുത്ത നമ്പർ 1331. 1331നെ നമുക്ക് ഏത് നമ്പർ വെച്ചിട്ട് ചെയ്യാം? ഇതിനെ നമുക്ക് 11 വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 11 വെച്ച് ചെയ്യുമ്പോൾ 1 time 13 minus 11 is 2. അപ്പോൾ 2 കൂടെ കൊടുക്കുമ്പോൾ ഇത് 23 ആയി. 11 into 2 22. 23 minus 22 is 1. വീണ്ടും ഇവിടെ 11 ആയി, അപ്പോൾ 1. ഇനി നമുക്ക് 11 into 11 is 121. again 11 1. അപ്പോൾ 11 into 11 into 11. ഓക്കെ. ഇനി അടുത്തത് 1000നെ ചെയ്യുമ്പോൾ 1000 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 വെച്ച് ചെയ്യാം. 500. again 2, 250. 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250. again 2, 125. അടുത്തതിന് 5 കൊണ്ടേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ത് വരും? 5 2s are 10. 12 minus 10 is 2. ഇവിടെ 25 ആയി. 5 5s are 25. അടുത്തത് 5 5s are 25. 5 1. അപ്പോൾ 1000നെ ചെയ്തപ്പോൾ 2 into 2 into 2 into 5 into 5 into 5. ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. ഈ മെത്തേഡായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ 1024നെ 2 കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഈ 1024നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 512 കിട്ടും. 512നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 256 കിട്ടും. അങ്ങനെ ഡിവിഷനാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ സെപ്പറേറ്റ് എഴുതി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 512നെ ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ആദ്യം 5 നോക്കുക. 5ൽ 2 ടൈംസ്, അപ്പോൾ 4 വരും അല്ലേ. 5 minus 4 1. ആ 1 അടുത്ത നമ്പറിൻ്റെ മുകളിൽ കുഞ്ഞതായിട്ട് എഴുതുക. അപ്പോൾ ഇതെന്താവും? 11 ആവും. 11ൽ 2 5 ടൈംസ്, അപ്പോൾ 10 വരും. 11 minus 10 is 1. ആ 1 2വിൻ്റെ ഫ്രണ്ടിൽ എഴുതുക. അപ്പോൾ അത് 12 ആവും. 12ൽ 2 6 ടൈംസ്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.